വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേര് ടോമി ഔർ മേം. ടോമിയും ഞാനും. റോയ്ത്തി റായ് ആണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്. ടോമി ഔർ മേം. ടോമി ഒരു പേരാണ്. ഔർ ആൻഡ്, മേം ഐ. ടോമിയും ഞാനും. ഇവിടെ ആരാവും ടോമി? നമുക്ക് നോക്കാം. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണുന്നുണ്ട് അല്ലേ? മുടിയൊക്കെ കൊമ്പായി കെട്ടി മഞ്ഞയും ചുവപ്പും പുള്ളി ഉടുപ്പൊക്കെ അണിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. ഈ പേജിന് താഴെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, കുട്ടികൾ അതൊന്ന് വായിച്ചു നോക്കൂ. മേം നീതു ഹും. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ നീതുവാണ്. മേം ഞാൻ, നീതു നീതു, ഹും ആണ്, അയാം നീതു. അപ്പൊ ഈ പെൺകുട്ടിയുടെ പേരാണ് നീതു. നിങ്ങളും നിങ്ങളുടെ പേര് ഇതുപോലെ പറഞ്ഞു നോക്കൂ. ആർക്കൊക്കെ ഹിന്ദിയിൽ ഇതുപോലെ നിങ്ങളെ പേര് പറയാൻ പറ്റും? കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ ആരാ കിടക്കുന്നത്? നമ്മുടെ പുള്ളിയുടുപ്പ് അണിഞ്ഞ നീതു മൂടി പൊതച്ച് കിടക്കുകയാണ് അല്ലേ? രാത്രിയാണ് അല്ലേ? രാത്രിയിൽ നീതു മൂടി പുതച്ച് ഉറങ്ങാൻ കിടക്കുകയാണ്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? വഹ് സർദിയോം കി രാത്ത് ദി. വഹ് അത്, സർദിയോം തണുപ്പ് കാലം, രാത്ത് രാത്രി, ദി ആയിരുന്നു, അത് തണുപ്പ് കാലത്തിന്റെ രാത്രിയായിരുന്നു. അതൊരു ശൈത്യകാല രാത്രിയായിരുന്നു. നല്ല തണുപ്പുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നീതു പുതച്ച് കിടക്കുന്നത്. പക്ഷെ ആളെന്താ ഉറങ്ങാത്തത്? നീതു എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? നീതു എഴുന്നേറ്റ് ജനാലക്കരികിൽ വന്ന് പുറത്തേക്ക് നോക്കി. അപ്പൊ അവൾ എന്താ കണ്ടത്? റോട്ടില് ഒരു വെളിച്ചത്തിന്റെ താഴെയായിട്ട് ഒരു പട്ടിക്കുഞ്ഞ് ഇരുന്ന് കരയുന്നുണ്ട് അല്ലേ? ആ പട്ടിക്കുഞ്ഞിന്റെ കരച്ചിലാണ് അവള് കേട്ടത്. ഇങ്ങനെ രാത്രിയിൽ ഒരു പട്ടിക്കുഞ്ഞ് ഒറ്റക്കിരുന്ന് കരയുന്നത് കേട്ടാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഇവിടെ നമ്മുടെ നീതു തൊപ്പിയൊക്കെ അണിഞ്ഞ്, തണുപ്പാണ് അല്ലേ? തൊപ്പിയൊക്കെ അണിഞ്ഞ് ടോർച്ചുമായിട്ട് ആ പട്ടിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പോവുകയാണ്. അവൾ ആ പട്ടിക്കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് ഒരു കുട്ടയിലാക്കി വെച്ചു. എന്നിട്ട് അവൾ അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? അതിന് ബിസ്ക്കറ്റും പാലും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നീതു നല്ല കുട്ടിയാണ്. നിങ്ങളെ വീട്ടിലും ഇതുപോലെ പെറ്റ്സ് ഒക്കെ ഉണ്ടോ? നിങ്ങളെ പെറ്റ്സിന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നീട് നീതു എന്താ ചെയ്തത്? അതിന് ഫുഡൊക്കെ കൊടുത്ത് അവൾ കിടക്കുന്ന റൂമിൽ അവൾ കരികിൽ കൊണ്ടുവന്ന് കിടത്തില്ലേ? എന്നിട്ട് നീതു വീണ്ടും ഉറങ്ങാൻ കിടന്നു. ബാക്കി നോക്കാം. ഉസേ ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ. ഉസേ അവന്, ചായ് ചായ, കെ സാത്ത് കൂടെ, ബിസ്കുട്ട് ബിസ്ക്കറ്റ്, ഖാന കഴിക്കുന്നത്, ബഹുത്ത് വളരെ, പസന്ത് ഇഷ്ടം, ധാ ആയിരുന്നു. അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഇവനാണ് നമ്മുടെ കഥയിലെ ടോമി. ടോമി ചായയും ബിസ്ക്കറ്റും കുടിക്കുന്ന ഫോട്ടോയാണ് കാണുന്നത് അല്ലേ? നമ്മുടെ ടോമിക്ക് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഔർ മേരെ സാത്ത് ഖേൽന. ഔർ പിന്നെ, മേരെ എന്റെ, സാത്ത് കൂടെ, ഖേൽന കളിക്കുക, പിന്നെ എന്റെ കൂടെ കളിക്കുക. ടോമിക്ക് നീതുവിന്റെ കൂടെ കളിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പിന്നെയോ, പങ്കേക്കെ നീച്ചെ സോന. പങ്ക ഫാന്, നീച്ചെ താഴെ, സോന ഉറങ്ങുക, ഫാനിന്റെ താഴെ ഉറങ്ങുക. ഇവിടെ ഫാനിന്റെ താഴെ കിടന്ന് സുഖമായി ടോമി ഉറങ്ങുന്നുണ്ട് അല്ലേ? പിന്നെയോ, ഔർ കിതാബ് പഠന, പിന്നെ പുസ്തകം വായിക്കുക. കിതാബ് പുസ്തകം, പഠന വായിക്കുക. പിന്നെ നമ്മുടെ ടോമിക്ക് എന്താണ് ഇഷ്ടം? പുസ്തകം വായിക്കുക. ഇവിടെ നീതു ടോമിയെ വഴക്ക് പറയുന്ന ഒരു പിക്ചറാണ് കാണുന്നത് അല്ലെ? എന്തിനാണ് വഴക്ക് പറയുന്നത്? നോക്കിയേ, നീതുവിന്റെ പുസ്തകമൊക്കെ എടുത്തിട്ട് ടോമി കടിച്ച് കീറുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് ഫോട്ടോയില് നീതു യൂണിഫോം ഒക്കെ ധരിച്ച് മുടിയൊക്കെ കൊമ്പായി കെട്ടി സുന്ദരിയായി സ്കൂളിൽ പോവാണ് അല്ലേ? പക്ഷെ നമ്മുടെ ടോമിയുടെ മുഖത്ത് കുറച്ച് സങ്കടമുണ്ട്.
എന്തിനാവും സങ്കടം ഉണ്ടാവുന്നത്? നോക്കൂ. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗത്താ. അവന് ഞാൻ പുറത്തു പോകുന്നത് ഒട്ടും ഇഷ്ടല്ലായിരുന്നു. ഉസേ അവന്, മേരാ എന്റെ, ബാഹർ പുറത്തേക്ക്, ജാന പോകുന്നത്, ബിൽക്കുൽ ഒട്ടും, അച്ഛാ നഹി ലഗത്താ ഇഷ്ടമല്ലായിരുന്നു. അവന് ഞാന് പുറത്തു പോകുന്നത് ഒട്ടും ഇഷ്ടല്ലായിരുന്നു. അടുത്ത ഫോട്ടോയിലോ ടോമിയും നീതും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ല്ലേ. ഇവിടെ രണ്ടുപേരും ഹാപ്പി ആയിരിക്കുന്നുണ്ട് ല്ലേ. നോക്കൂ. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത്ത് ഖുഷ് രഹത്തെ. ഞങ്ങൾ എപ്പോഴാണോ ഒരുമിച്ചുണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ഹം ഞങ്ങൾ, ജബ് എപ്പോഴാണോ, സാത്ത് ഒരുമിച്ച്, ഹോത്തെ ഉണ്ടാകുന്നത്, തോ അപ്പോൾ, ബഹുത്ത് വളരെ, ഖുഷ് രഹത്തെ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. എപ്പോഴാണോ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയായി കഴിയുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പാഠം. കുട്ടികളെ, ടോമി ഔർ മേം, ടോമിയും ഞാനും എന്ന ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇവിടെ നമ്മുടെ നീതു ഒരു ദിവസം രാത്രി പുതച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവൾ പുറത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൾ എന്താ ചെയ്തത്? അവൾ എഴുന്നേറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൾ ഒരു പട്ടിക്കുഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് തണുത്ത് കരയുന്നത് കണ്ടത്. അവൾ ടോർച്ചുമായി പോയി ആ പട്ടിക്കുഞ്ഞിനെ എടുത്തു വന്നു. പിന്നീട് അവൾ അതിന് ഫുഡൊക്കെ കൊടുത്തു. അവൾ കിടക്കുന്ന റൂമിൽ തന്നെ അവൾ കരികിൽ കിടത്തി. അങ്ങനെ അവൾ തന്റെ പട്ടിക്കുഞ്ഞിന് ടോമി എന്ന പേര് നൽകി. അവർ നല്ല ഫ്രണ്ട്സുകളായി മാറി. പിന്നീട് നീതു പുറത്തു പോകുന്നതൊന്നും ടോമിക്ക് ഇഷ്ടമില്ലാതെയായി. എപ്പോഴും അവർ ഒരുമിച്ചിരിക്കുന്നതാണ് ടോമിക്ക് ഇഷ്ടം. ഇവിടെ രണ്ടുപേരും ഹാപ്പിയാണ് ല്ലേ. ഇതുപോലെ നിങ്ങൾക്കും പെറ്റ്സ് ഒക്കെ ഉണ്ടോ വീട്ടില്? നിങ്ങളുടെ പെറ്റ്സിന്റെ പേരൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.